ഈ അമ്മായിയമ്മ പോരിൻ്റെ ഒരു മനഃശാസ്ത്ര പശ്ചാത്തലം പറഞ്ഞു തരട്ടെ. അതായത് ചില അമ്മായിയമ്മമാരെങ്കിലും വിചാരിക്കുന്നത് ഞാനൊരു അമ്മായിയമ്മയാകണമെങ്കിൽ മരുമകളെ നീറ്റിലും നിലയ്ക്കും നിർത്തരുത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും കുറച്ചു പേരൊക്കെ അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഞാനൊരു മരുമകളായ കാലത്ത് എൻ്റെ അമ്മായിയമ്മ എന്നെ നിലയ്ക്ക് നിർത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാനും അമ്മായിയമ്മയാകണമെങ്കിൽ അങ്ങനെ വേണം എന്നവർ ചിന്തിക്കും. രണ്ടാമത്തെ കാരണം, വിവാഹം കഴിയുന്നതോടുകൂടി തൻ്റെ മകൻ തനിക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന ഒരാധിയും ചിന്തയും, സ്നേഹം മുഴുവനും ഭാര്യയ്ക്ക് അവൻ കൊടുത്തുപോയോ എന്ന ചിന്ത. ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ സംശയമാവും. മകൻ മുമ്പത്തെ പോലെ തന്നെ സ്നേഹിക്കുന്നില്ലെന്നും സ്നേഹം മുഴുവനും അവൻ തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു എന്നും ചിന്തിക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് നീറിപ്പോയും. പലപ്പോഴും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ഒരു ചിന്ത മെല്ലെ മരുമകളോട് ദേഷ്യവും കലിപ്പും ഉണ്ടാകാൻ കാരണമായിത്തീരും. അതാണ് അതിൻ്റെ തുടക്കം. അങ്ങനെ തൻ്റെ ന്യായത്തിന് എന്തെങ്കിലും ഒരു തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉമ്മ ഇങ്ങനെ നടക്കുമ്പോഴായിരിക്കും മകൻ്റെ കട്ടിലിനടിയിൽ ഒരു മിഠായി കടലാസ് കാണുന്നത്. തീർന്നു. ഉടനെ ഉമ്മ മോൻ്റെ അടുത്ത് പറയും, എടാ ഞങ്ങൾക്കും വായുണ്ട്, ഞങ്ങളും മിഠായിയൊക്കെ കഴിക്കും കേട്ടോ. ആ ഒരു ഡയലോഗ് അങ്ങോട്ട് വിടും. വൈകുന്നേരമാകുമ്പോൾ ഭാര്യയോടൊത്ത് ഒന്ന് പുറത്തു പോകാം എന്ന് കരുതി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉമ്മ ഓടി വരും. എങ്ങോട്ടാടാ? ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം ഉമ്മ. ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പോകണ്ട, പെങ്ങളെയും കൂടി കൂട്ടിക്കോ, അവളിവിടെ തന്നെയല്ലേ, അവൾക്ക് വിഷമാവില്ലേ? എന്തെങ്കിലും ഒന്ന് പുറത്ത് പോയി മിണ്ടി പറയാലോ എന്ന് ഓർത്തുകൊണ്ട് പുറത്തു പോകാൻ തുനിയുമ്പോഴാണ് പെങ്ങളെയും കൂട്ടിക്കൊണ്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോയിക്കൊള്ളാൻ ഉമ്മയുടെ കൽപ്പന. അത് പറ്റില്ല എന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ തീർന്ന്. അവൻ പെണ്ണ് കെട്ടിയോടുകൂടി ഒരു നശിച്ചവൾ ഈ വീട്ടിൽ വന്ന് കയറിയോടുകൂടി അവൻ ഉമ്മയും വേണ്ട, പെങ്ങളെയും വേണ്ട, ആരെയും വേണ്ട. ഇങ്ങനെ പറഞ്ഞ് ഉമ്മ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ചിന്തിച്ചിങ്ങനെ പോകാൻ തുടങ്ങും. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഉമ്മയെയും ഭാര്യയെയും വെറുപ്പിക്കാതെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് ചെറുപ്പക്കാരോട് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം.